ഇനി 20-ാമത്തെ അധ്യായം. അഥ വിംശോധ്യായ. മൈത്രേയ ഉവാച. മൈത്രേയ മുനി തുടർന്ന് വിദുരരോട് പറയുകയാണ്. സകല യജ്ഞഫലദാതാവും ദേവദേവനും അനേകം യാഗങ്ങളാൽ പൃഥു മഹാരാജാവിനാൽ പൂജിക്കപ്പെട്ടവരും സർവൈശ്വര്യ പരിപൂർണനുമായ സാക്ഷാൽ വൈകുണ്ഠനാഥൻ ഇന്ദ്രനോടൊപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. സകല യജ്ഞഫലദാതാവും. യജ്ഞം എന്നുള്ള വാക്കിന് വിശേഷാൽ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് മാത്രം അർത്ഥം ധരിച്ചാൽ മതിയാവുന്നതല്ല. യജ്ഞം എന്നുള്ള വാക്കിന് പ്രയത്നം എന്നൊരർത്ഥവും കൂടി നമുക്കെടുക്കാം. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നാം നടത്തുന്ന പ്രയത്നം ഒരു യജ്ഞം തന്നെയാണ്. ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ അനിവാര്യമായി വരും. ത്യാഗമാണ് യജ്ഞം. ആ യജ്ഞത്തിൻ്റെ ഫലം തരുന്നത് ഭഗവാനാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും ഫലം തരുന്നത് ഭഗവാനാണ്. നമ്മുടെ കഴിവല്ല. നമ്മുടെ കഴിവ് വേണം. നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. പക്ഷെ അതല്ല കർമ്മത്തിന് ഫലത്തെ ഉണ്ടാക്കി തരുന്നത്. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഏതൊരു ജീവജാലത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഫലം, പ്രയത്നത്തിൻ്റെ ഫലം നൽകുന്നത് ഈശ്വരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സകല യജ്ഞ ഫലദാതാവ് എന്ന് വിളിച്ചത്. ആര് എവിടെ എന്തിനു വേണ്ടി പ്രവർത്തിച്ചാലും അതിൻ്റെ ഫലത്തെ കൊടുക്കുന്നത് ഭഗവാൻ. സകല യജ്ഞഫലദാതാവും ദേവദേവനും. ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രകാശസ്വരൂപികൾ എന്നർത്ഥം. അപ്പൊ ദേവന്മാർക്ക് ദേവനായിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ പ്രകാശസ്വരൂപികൾക്ക് പ്രകാശമായിരിക്കുന്ന ആള്, പ്രകാശസ്വരൂപികൾക്ക് പ്രകാശത്തെ കൊടുക്കുന്നയാള്. പ്രകാശം എന്നുള്ള വാക്കിന് വെളിപ്പെടുത്തുക എന്നർത്ഥം. വെളിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് പ്രകാശം. അപ്പം വെളിപ്പെടുത്താൻ സഹായിക്കുന്നത് പ്രകാശമാണ്, അവയർനെസ്സും. അപ്പം എല്ലാ വ്യക്തിഗത അവയർനെസ്സുകൾക്കും അവയർനെസ് ആയിരിക്കുന്ന ആള്, അതാണ് ഭഗവാൻ. ദേവദേവനും അനേകം യാഗങ്ങളാൽ പൃഥു മഹാരാജാവിനാൽ പൂജിക്കപ്പെട്ടവനും. ഒരു രീതിയിലൊന്നുമല്ല, പല രീതിയിലാണ് പൃഥു മഹാരാജാവ് ഈ ദേവദേവനായ ഭഗവാനെ പൂജിച്ചത്. അപ്പോൾ ഒരു രീതിയിൽ തന്നെ ഭഗവാനെ ആരാധിക്കണം എന്നില്ല. പല രീതികളിൽ ഭഗവാനെ ആരാധിക്കാം. നമ്മുടെ ഇഷ്ടദേവതയെ പല രീതികളിൽ നമുക്ക് ഉപാസിക്കാം. അനേകം യാഗങ്ങളാൽ പൃഥു മഹാരാജാവിനാൽ പൂജിക്കപ്പെട്ടവനും സർവ ഐശ്വര്യ പരിപൂർണനുമായ, അദ്ദേഹം എല്ലാ ഐശ്വര്യങ്ങളാലും പൂർണ്ണത പ്രാപിച്ച ആളാണ്. അദ്ദേഹത്തിന് സത്യത്തിൽ ഈ ത്യാഗത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ത്യജിക്കുമ്പോൾ ആ ത്യജിക്കപ്പെടുന്നതിൻ്റെ ആവശ്യം ഭഗവാൻ ഇല്ല. കാരണം അദ്ദേഹം പൂജിക്കപ്പെടുന്നത്, പൂജ സ്വീകരിക്കുന്നത് എന്തെങ്കിലും ഒരു അപര്യാപ്തത കാരണമല്ല. അദ്ദേഹം പൂർണ്ണനാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ആവശ്യമുള്ളതല്ല. എങ്കിലും ഭക്ത സന്തോഷാർത്ഥം അദ്ദേഹം അത് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സർവ ഐശ്വര്യ പരിപൂർണനും. അദ്ദേഹത്തിന് ഒന്നിൻ്റെയും കുറവില്ല. ഐശ്വര്യത്തിൻ്റെ വിളനിലമായ സാക്ഷാൽ മഹാലക്ഷ്മി ഏതൊരാളെയാണോ സേവിക്കുന്നത് ആ ആൾക്ക് ഐശ്വര്യത്തിൻ്റെ കുറവുണ്ടാകും എന്ന് ധരിക്കുന്നതും ശരിയല്ലല്ലോ. അപ്പം നമ്മൾ ഈ ഓരോന്ന് കൊടുക്കുമ്പം ഭഗവാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് ഭഗവാൻ ഇല്ലാത്തത് കൊടുക്കുന്നത് കൊണ്ടുള്ള സന്തോഷമല്ല. നമ്മൾ പാൽപ്പായസം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, മാല കൊടുക്കുന്നു, വിളക്ക് കൊടുക്കുന്നു, ഇതൊക്കെ കൊടുക്കുമ്പം ഇതൊന്നും ഇല്ലാത്തവർക്ക് അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അതല്ല ഇത്. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുമ്പോഴും ഒരു സന്തോഷം ഉണ്ടാവും. അതും അല്ല ഇത്. പിന്നെ ഭഗവാന്റെ സന്തോഷം എന്താ? നമ്മളുടെ
മനോഭാവമുണർത്തുന്ന സന്തോഷമാണത്. കൊടുക്കുവാനുള്ള നമ്മളുടെ ആ മനോവികാസം ഉണർത്തുന്ന സന്തോഷമാണത്. കൊടുക്കാൻ ആഗ്രഹിക്കുന്നയാളുടെ മനസ്സിന് ഒരു വിശാലതയുണ്ടാവും. ആ മനോവികാസത്തെ കണ്ടാണ് ഭഗവാന് സന്തോഷം. അല്ലാതെ നൽകപ്പെടുന്ന ദ്രവ്യങ്ങളുടെ മേന്മയല്ല ആ സന്തോഷത്തെ ഉണർത്തുന്നത്. ആ സന്തോഷത്തെ ഉണർത്തുന്നത് ആ മനോഭാവമാണ്. അതുകൊണ്ട് ആ ത്യാഗ മനോഭാവം ഭഗവാനിൽ സന്തോഷത്തെ ഉണ്ടാക്കും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇതൊന്നും ആവശ്യമില്ല. കാരണം അദ്ദേഹം സർവൈശ്വര്യ പരിപൂർണൻ ആണ്. സർവൈശ്വര്യ പരിപൂർണനുമായ സാക്ഷാൽ വൈകുണ്ഠനാഥൻ ഭഗവാൻ ഇന്ദ്രനോടൊപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ടു. യാഗത്തിന്റെ പ്രധാന ദേവതകളിൽ ഒരാൾ ഇന്ദ്രനാണ്. ആ ഇന്ദ്രനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. ഭഗവാൻ പൃഥു മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: ഈ നിൽക്കുന്ന ഇന്ദ്രൻ അങ്ങയുടെ 100ാമത്തെ യാഗത്തിന് ഭംഗം വരുത്തി. അതിൽ വിഷമവും ലജ്ജയും തോന്നിയ അവൻ അങ്ങയെ അനുനയിപ്പിക്കുവാനും അങ്ങയോട് ക്ഷമ ചോദിക്കുവാനുമായി ഇതാ വന്നിരിക്കുന്നു. ഇവനോട് പൊറുത്താലും. ഭഗവാനാണ് ഇന്ദ്രന് വേണ്ടി വാദിക്കുന്നത്. ഭഗവത് ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ സ്വയം വാദിക്കും. അതാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഭഗവാൻ എന്താ വാദിക്കുന്നത്? ഇദ്ദേഹത്തിനോട് പറയുകയാണ്, ഈ നിൽക്കുന്ന ഇന്ദ്രൻ അങ്ങയുടെ 100ാമത്തെ യാഗത്തിന് ഭംഗം വരുത്തി. കാരണം എന്താ? അസൂയ കാരണമാണ്. തൻ്റെ സ്ഥാനം പോകുമോ, തൻ്റെ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ നാട്ടിലുള്ള എല്ലാവരും പ്രയത്നിക്കുന്നത് എന്ന ഒരു ധാരണ ഇന്ദ്രനുണ്ടായി. അത് അവാസ്തവികമായിരുന്നു. പക്ഷെ അത് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് യാഗത്തിന് 100ാമത്തെ യാഗത്തിന് 99 വരെ കുഴപ്പമൊന്നുമില്ലാതെ പോയി. 100ാമത്തെ യാഗത്തിന് ഭംഗം വരുത്തി. അതിൽ വിഷമവും ലജ്ജയും തോന്നിയ അവൻ ആ ഇന്ദ്രന് തൻ്റെ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോഴാണല്ലോ ഒരു പ്രവൃത്തിയിൽ വിഷമവും ലജ്ജയും ഒക്കെ തോന്നുക. വികാരാധീനരായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ വീണ്ടും വിചാരമുണർത്തുന്നതാണ് ലജ്ജയും വിഷമവും. ഇപ്പൊ ഇന്ദ്രനും വീണ്ടും വിചാരമുണ്ടായി. താൻ ചെയ്തത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞു. അപ്പം വിഷമവും ലജ്ജയും തോന്നിയ അവൻ അങ്ങയെ അനുനയിപ്പിക്കുവാനും അങ്ങയോട് ക്ഷമ ചോദിക്കുവാനുമായി ഇതാ വന്നിരിക്കുന്നു. താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അതിൽ ഖേദം പ്രകടിപ്പിക്കുവാൻ, ക്ഷമ ചോദിക്കുവാൻ ഇതാ വന്നിരിക്കുന്നു. ഇവനോട് പൊറുത്താലും. അങ്ങ് ഇന്ദ്രനോട് ക്ഷമിക്കണം. മഹാരാജാവെ, 100ാമത്തെ യാഗം പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ദ്രനോട് പെരുമാറരുത്, ഇന്ദ്രനോട് ക്ഷമിക്കണം. ക്ഷമ മറ്റൊരു വലിയ ഗുണമാണ്. മഹാത്മാക്കൾക്ക് മാത്രം ഉണ്ടാവുന്ന ഗുണങ്ങളിലൊന്നാണ് ക്ഷമ. മഹാത്മാവല്ലാത്തവർക്ക് എന്താ ഉണ്ടാവുക? പക. പക അല്പബോധത്തിൻ്റെ ലക്ഷണവും ക്ഷമ വികസിത ബോധത്തിൻ്റെ ലക്ഷണവുമാണ്. ക്ഷമിക്കുവാനുള്ള സന്മനസ് വികസിത ബോധ സ്വരൂപികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക വെച്ച് പുലർത്തുന്നത് ഇട്ടാവട്ടത്തിലുള്ള അഹംബോധത്തിനകത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് മഹാരാജാവ് വിശാല മനസ്കനാണെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം ക്ഷമിക്കും. അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവനോട് പൊറുത്താലും. സദാചാരനിഷ്ഠയുള്ളവരും നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവരുമായ ഉത്തമ മനുഷ്യർ ലോകത്തിൽ ഒരു ജീവിയെയും ദ്രോഹിക്കാറില്ല. കാരണം ശരീരമല്ല ആത്മാവെന്ന സത്യം അവർക്കറിയാം. ദേഹാഭിമാനം മൂലമാണ് ഭേദഭാവം ഉണ്ടാവുന്നത്. ഭേദഭാവനയാണ് ഹിംസയുടെ അടിസ്ഥാന കാരണം. ശരീരാഭിമാനം ഉണ്ടാകുന്നതാകട്ടെ വേണ്ടത്ര ചിന്താശക്തി ഇല്ലാത്തതുകൊണ്ടും. ഭഗവാൻ തുടരുകയാണ്, സദാചാര നിഷ്ഠയുള്ളവരും സത്തുക്കളാൽ ആചരിക്കുന്നവരും. സത്തുക്കൾ ആചരിക്കുക, അതാണ് ഒരു സദാചാര നിഷ്ഠ. മറ്റ് ഉള്ളതിലേക്ക് എത്തുവാൻ, സത്ത് എന്ന് പറയുന്നത് ഉള്ളത്, ആ ഉള്ളതിലേക്ക് എത്തുവാൻ അനിവാര്യമായിട്ടുള്ള ആചരണം, അതിൽ നിഷ്ഠയുള്ളവരും.
ഇപ്പൊ സദാചാരനിഷ്ഠ എന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ രണ്ട് തരത്തിൽ എടുക്കാം. ഒന്ന്, നമുക്ക് മുമ്പേ പോയ മഹാത്മാക്കൾ എങ്ങനെയാണോ ആചരിച്ചത് അതിനെ ആചരിക്കുക, തുടർന്ന് ആചരിക്കുക. അല്ലെങ്കിൽ സത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള, സച്ചിദാനന്ദ സ്വരൂപിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ആചാരങ്ങളിൽ നിഷ്ഠയോടുകൂടി ഉള്ളവരാവുക. അങ്ങനെ സദാചാര നിഷ്ഠയുണ്ടായാൽ എന്ത് സംഭവിക്കും? നിർമ്മലമായ അന്ധഃകരണത്തോടു കൂടിയവരായിത്തീരും. നിർമ്മലമായ അന്ധഃകരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇത് നാലുമാണ് അന്ധഃകരണം. ചിത്തം എന്ന് പറഞ്ഞാൽ ഓർമ്മകളുടെ സൂക്ഷിപ്പ് സ്ഥലം. ഇപ്പൊ ബുദ്ധി നിശ്ചയിക്കുന്നത്, തീരുമാനിച്ചുറപ്പിക്കുന്നത്, മനസ്സ് ഭാവന ചെയ്യുന്നത്, അഹങ്കാരം അഭിമാനിക്കുന്നത്, ഓർമ്മകൾ ശേഖരിച്ചു വെക്കുന്നത് ഇടം ചിത്തം. ഇത് നാലും നിർമ്മലമാകും. അപ്പം ഈ സദാചാരനിഷ്ഠ എന്ന് പറയുന്നത് തൻ്റെ ശരികളിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ നാം ഓരോരുത്തരും അറിഞ്ഞ ശരികളിലൂടെ മുന്നോട്ട് പോകുന്നവരുടെ ചിത്തം നിർമ്മലമായി തീരും. അങ്ങനെ അവരവരുടെ ശരികളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ സത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ആചരണത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതാനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അവരവരുടെ ശരികളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് വേറെ ഒരു ജീവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കില്ല. സദാചാരം നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുമ്പോൾ അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആയിരിക്കുകയില്ല. അപ്പൊ എന്ത് സംഭവിക്കും? മനസ്സ് നിർമ്മലമാകും, അന്ധഃകരണം നിർമ്മലമാകും. അന്ധഃകരണം നിർമ്മലമാകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൻ്റെ വേലിയേറ്റം കുറയും. ദുഃഖം, സങ്കടം, കുറ്റബോധം തുടങ്ങിയ, അസൂയ തുടങ്ങിയ മനസ്സിനെ മോശമായ രീതിയിൽ പ്രക്ഷുബ്ധമാക്കുന്ന വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ കുറയും. അതിനാണ് ഈ സദാചാരമനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. അതൊരു മോറൽ വ്യൂ പോയിന്റിൽ മാത്രമല്ല, അതൊരു സോഷ്യൽ വ്യൂ പോയിന്റിൽ മാത്രമല്ല. വ്യക്തികൾ സദാചാരമനുഷ്ഠിക്കണം എന്ന് പറയുന്നത് മനസ്സ് പ്രക്ഷുബ്ധമാകാതിരിക്കാൻ ആവശ്യമാണ്. അപ്പോൾ എന്താ സദാചാരം? മനസ്സിനെ പ്രക്ഷുബ്ധമാക്കാത്ത ആചാരമാണ് സദാചാരം. ഒരു സന്ദർഭത്തിൽ നമ്മൾ പെരുമാറുന്ന രീതി നമ്മളുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുമെങ്കിൽ അത് ദുരാചാരം. അത് പ്രക്ഷുബ്ധത ഇല്ലാണ്ടാക്കും, പ്രക്ഷുബ്ധമാക്കുകയില്ലെങ്കിൽ അത് സദാചാരം. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഓർത്തെടുക്കുമ്പോൾ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്നതാണെങ്കിൽ അത് ദുരാചാരം, അല്ലെങ്കിൽ അത് സദാചാരം. ഇപ്പൊ സദാചാരത്തിൽ ഏർപ്പെടുമ്പം വ്യക്തികളുടെ മനസ്സ് പ്രക്ഷുബ്ധമല്ലാതെ ആയിത്തീരും. മനസ്സിന്റെ പ്രക്ഷുബ്ധത എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ വേലിയേറ്റം. ചിന്തകളുടെ വേലിയേറ്റത്തിന് എന്താ പ്രശ്നം? ചിന്തകളുടെ വേലിയേറ്റത്തിലാണ് ഈ വികാരങ്ങളുടെ തള്ളിച്ചകൾ ഉണ്ടാവുക. ആ വികാരങ്ങളുടെ തള്ളിച്ച നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പം നമ്മുടെ മനസ്സ് മാലിന്യത്തോടു കൂടിയതായിത്തീരും. സദാചാരം അനുഷ്ഠിക്കുന്ന സമയത്ത് സത്യത്തിൽ ഓരോരുത്തരുടെയും സത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ആചാരം അവരവരുടെ ജീവിതത്തിലൂടെ കണ്ടെത്തണം. അത് കണ്ടെത്തുന്നത് വരെ വേണമെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നതൊക്കെ നമുക്ക് സ്വീകരിക്കാം. ശാസ്ത്രങ്ങളിൽ നിന്നറിഞ്ഞ സദാചാരങ്ങളെ വള്ളി പുള്ളി വിടാതെ ജീവിതത്തിൽ അനുഷ്ഠിക്കുക എന്നുള്ളതല്ല. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള സദാചാരങ്ങളെ വ്യക്തിഗതമായ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ള ഒരു പ്രക്രിയയും കൂടി നടക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഏട്ടിലെ പശുവിനെ പോലെയായിരിക്കും, അത് പുല്ല് തിന്നുകയില്ല. അത് നമ്മുടെ മനസ്സുമായിട്ട്, നമ്മുടെ അന്ധഃകരണവുമായിട്ട് ഇഴുകിച്ചേരുന്നതും ആയിരിക്കണം. അതുകൊണ്ട് ഈ സദാചാര നിഷ്ഠയിൽ വലിയ ബലം പിടുത്തം പാടില്ല. അത് ക്രമേണ വേണം മെരുക്കിയെടുക്കാൻ. അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഒരു ആചാരവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല.
അടിച്ചേൽപ്പിക്കപ്പെടുന്നതിനോട് എന്താ പറയുക, എതിർപ്പ് സ്വാഭാവികമായിട്ടുണ്ടാകും. എന്തായാലും ശരി, ആരടിച്ചേൽപ്പിച്ചാലും ശരി, അടിച്ചേൽപ്പിക്കുന്നതിനോടൊരു റെബല്യസ്നെസ് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഒരു ആചാരവും സ്വന്തം ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് ക്രമേണ സന്നിവേശിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ലക്ഷ്യത്തിന് വിഘാതമാകും നമ്മുടെ പ്രവൃത്തിയെങ്കിൽ അത് ദുരാചാരം. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെങ്കിൽ അത് സദാചാരം. അങ്ങനെ സദാചാര നിഷ്ഠയുള്ളവരുടെ അന്ധഃകരണം നിർമ്മലമായിരിക്കും. കാരണം അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം കുറ്റബോധമോ അസൂയയോ വേണ്ടാത്ത വികാരങ്ങളോ ഉണർത്തുന്ന ചിന്തകൾ ഉണ്ടാവില്ല. അവരുടെ മനസ്സ് പ്രക്ഷുബ്ധമല്ലാതെയാകും. അപ്പം സദാചാരം അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യം അതാണ്. നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെയും വലിയൊരളവ് വരെ സദാചാര നിഷ്ഠയുള്ളവർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ സദാചാര നിഷ്ഠയുള്ളവരും നിർമ്മലമായ അന്ധഃകരണത്തോടു കൂടിയവരുമായ ഉത്തമ മനുഷ്യർ, അവരെയാണ് ഉത്തമ മനുഷ്യർ എന്ന് വിളിച്ചത്. അല്ലാതെ ജന്മം കൊണ്ടോ സ്റ്റേറ്റസ് കൊണ്ടോ പണാധിക്യം കൊണ്ടോ ഒന്നുമല്ല ഒരാൾ ഉത്തമനാകുന്നത്. ഒരാൾ ഉത്തമനാകുന്നത്, ഒരു വ്യക്തി ഉത്തമ മനുഷ്യനാകുന്നത് ആ വ്യക്തിയുടെ അന്ധഃകരണം നിർമ്മലമാകുമ്പോഴാണ്. നിർമ്മലമായ അന്ധഃകരണത്തോടുകൂടി നമ്മൾ വേറൊരാളെ സമീപിക്കുമ്പോൾ അയാളെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മലിനമായ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ കൃത്യമായിട്ടുള്ള പ്രതിഫലനം കാണാൻ സാധിക്കില്ല. അതുപോലെ മലിനമായ മനസ്സോടുകൂടിയാണ് നമ്മൾ ലോകത്തെ സമീപിക്കുന്നതെങ്കിൽ നമ്മുടെ സമീപനം കൃത്യമാവുകയില്ല. കാരണം നമ്മൾ ആരെയാണോ സമീപിക്കുന്നത് അവരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം പ്രക്ഷുബ്ധമായ മനസ്സോടുകൂടിയാണ് നമ്മൾ അവരെ വീക്ഷിക്കുന്നത്. നമ്മളുടെ ചിന്താപടലങ്ങളിലൂടെയാണ് നമ്മൾ അവരെ വീക്ഷിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ സദാചാര നിഷ്ഠയുള്ളവരാണെങ്കിൽ അന്ധഃകരണം നിർമ്മലമായിരിക്കും. നിർമ്മലമായ മനസ്സോടുകൂടി വ്യക്തികളെ സമീപിച്ചാൽ അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നമ്മുടെ ബന്ധങ്ങളെല്ലാം ഊഷ്മളമായിരിക്കും. ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് കൂടുതൽ ആശ്രയത്തിനായി കൊണ്ട് വരികയും ചെയ്യും. അങ്ങനെയുള്ളവരെയാണ് ഉത്തമ മനുഷ്യർ എന്ന് വിളിക്കുന്നത്. അത് ജന്മം കൊണ്ടല്ല തീരുമാനിക്കുന്നത്, വഹിക്കുന്ന പദവികൾ കൊണ്ടല്ല തീരുമാനിക്കുന്നത്, നേടിയ ധനത്തിൻ്റെ അളവ് വെച്ചല്ല, ഭൂസ്വത്തിൻ്റെ അളവ് വെച്ചല്ല, തറവാടിൻ്റെ മാഹാത്മ്യം കൊണ്ടല്ല അത് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് അന്ധഃകരണത്തിൻ്റെ നിർമ്മലത കൊണ്ടാണ്. അപ്പൊ സദാചാര നിഷ്ഠയുള്ളവരും നിർമ്മലമായ അന്ധഃകരണത്തോടു കൂടിയവരുമായ ഉത്തമ മനുഷ്യർ ലോകത്തിൽ ഒരു ജീവിയെയും ദ്രോഹിക്കാറില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ടെങ്കിൽ അതിതാണ്. അതെന്താണ്? ഒരു ജീവിയെയും ദ്രോഹിക്കാതിരിക്കുക. മനുഷ്യരെ മാത്രമല്ല, ഒരു ജീവിയെയും ദ്രോഹിക്കാതിരിക്കുക. ബുദ്ധിമുട്ടാണ്, പക്ഷെ ഈശ്വരനായി തീരുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ലല്ലോ. അപ്പൊ ദ്രോഹിക്കാതിരിക്കുക, ഒരാളെയും ദ്രോഹിക്കാതിരിക്കുക. എന്ത് ചെയ്യാൻ പോകുമ്പോഴും എന്തു പറയാൻ ഭാവിക്കുമ്പോഴും എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ ആർക്കെങ്കിലും ദ്രോഹമുള്ളതായി തീരുമോ എന്നൊന്ന് പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കണമെങ്കിൽ ഒന്ന് വിട്ടു നിന്ന് തൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും വീക്ഷിക്കാൻ സാധിക്കണം. അങ്ങനെ വിട്ടു നിന്ന് വാക്കുകളെയും പ്രവൃത്തികളെയും വീക്ഷിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവബോധം, അവയർനെസ് ശക്തമാക്കിയാൽ മാത്രമേ സാധിക്കൂ. അപ്പം അവയർനെസ് മെഡിറ്റേഷനിലൂടെ സ്വായത്തമായിട്ടുള്ള ഈ കഴിവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെയും പറയാൻ പോകുന്ന വാക്കുകളെയും വലിയൊരളവ് വരെ നിരീക്ഷിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും നിരീക്ഷിക്കാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യർ തന്നെയാണ്, പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എപ്പോഴും നമ്മുടെ മനസ്സിലെയും ചിന്തകളെയും കുറിച്ച് അവെയറായിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിലും വലിയൊരളവ് വരെ അത് സാധിക്കും. അങ്ങനെ നമ്മൾ വേണ്ടാത്തത് പറയാൻ തുടങ്ങുമ്പോൾ, വേണ്ടാത്തത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിൻവലിയാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പിൻവലിയുമ്പോൾ ഒരു ജീവിയെയും
അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിക്കാൻ ഇടവരാതിരിക്കും. അത് സ്വാഭാവികമായിട്ടും വരുന്നത്. ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക. നിസർഗദത്ത് മഹാരാജിനോട് ഒരിക്കൽ ആരോ ചോദിക്കുകയുണ്ടായി, ആധ്യാത്മികതയിലൂടെ മുന്നോട്ട് പോകുന്നവർ അനുഷ്ഠിക്കേണ്ടുന്ന നിയമങ്ങൾ എന്താണെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. ഒരൊറ്റ ഗോൾഡൻ റൂൾ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക, ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക. കഴിയുന്നതും അത് നമ്മൾ ശീലിക്കാൻ തുടങ്ങിയാൽ ക്രമേണ അത് നമുക്ക് സ്വായത്തമായി തീരും. ഒരു ജീവിയെയും ദ്രോഹിക്കാറില്ല. അപ്പം അങ്ങനെ ഒരു ജീവിയെയും ദ്രോഹിക്കാതിരിക്കുന്നവർ ആരാണ്? ഉത്തമ മനുഷ്യരാണ്. ആരാണ് ഈ ഉത്തമ മനുഷ്യർ? നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവരാണ് ഉത്തമരായ മനുഷ്യർ. നിർമ്മലമായ അന്ധകരണം ആർക്കാണ്ടാവുക? സദാചാരത്തിൽ നിഷ്ഠയുള്ളവർ. അതുകൊണ്ട് സദാചാര നിഷ്ഠയുള്ളവരും നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവരുമായ ഉത്തമ മനുഷ്യർ ലോകത്തിൽ ഒരു ജീവിയെയും ദ്രോഹിക്കാറില്ല. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. അടുത്ത പ്രാവശ്യം ബാക്കി കേൾക്കാം.